വെൽക്കം ടു ജിഞ്ചർ ഗാർലിക് കിഡ്സ്. നമ്മളിവിടെ അടിപൊളി കരിമീൻ പപ്പാസ് ഉണ്ടാക്കാൻ പോവാണ്. അതിനൊക്കെ നമ്മൾ കരിമീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കരിമീനിലേക്ക് വറുത്തെടുക്കാനുള്ള മസാല എല്ലാം ഇതിൻ്റെ അകത്തോട്ട് പുരട്ടിയെടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഈ നന്നായിട്ട് പുരട്ടി കരിമീനിലോട്ട് അങ്ങോട്ട് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഈ കരിമീൻ അങ്ങോട്ട് വറുത്തെടുക്കണം. ഈ കരിമീൻ്റെ മസാലയൊക്കെ ഉള്ള അമ്മയോട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി അതിൻ്റെ അകത്ത് കരിമീനിട്ട് നല്ല വറുത്തെടുത്തു. നമ്മുടെ കരിമീൻ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വറുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. വറുത്തപ്പോൾ തന്നെ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാലയാണ് റെഡിയാക്കേണ്ടത്. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പ്, ഇതൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കരിമീനിവിടെ എണ്ണയ്ക്കകത്തിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കേണ്ട പാത്രം അടുപ്പത്ത് വെച്ച് റെഡിയാക്കാം. എണ്ണ ചൂടായി അമ്മ അതിൻ്റെ അകത്ത് കടുകൊക്കെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇച്ചിരി കരിവേപ്പ് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഉള്ളി നമുക്കിങ്ങനെ നന്നായിട്ട് വഴട്ടിയൊക്കെ എടുക്കണം. തീയൊക്കെ ഇങ്ങനെ കുറച്ച് വെച്ചിട്ട് ഉള്ളി നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളി വഴന്നൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഉള്ളിയുടെ കളർ മാറുന്ന വരെ നമുക്ക് വഴട്ടിയെടുക്കാം. ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേണം വഴട്ടാണ്. അപ്പം അതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നാട്ടെ. റെഡിയായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അതിൻ്റെ അകത്തൊന്ന് ഇട്ടേക്കാം. ഇതെല്ലാം ഒന്നുകൂടെ നമുക്ക് വഴട്ടിയെടുക്കാം. അതുപോലെ വാടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിന് മസാല ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇതെല്ലാം ഇട്ട് നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് വാട്ടിയെടുക്കാം. നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുത്തിറക്കണം, ഇല്ലെങ്കിൽ പാത്രത്തെ പിടിക്കും. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാല അങ്ങ് വാട്ടി വരുമ്പോൾ നമുക്ക് ആ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങ പിഴിയുമ്പോൾ ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ട് പിന്നെ പിഴിഞ്ഞ് വെക്കുന്ന പാലാണ് ഇപ്പോൾ ഒഴിക്കാനായിട്ട്. എന്നിട്ട് അതങ്ങോട്ട് തിളച്ച് മസാല അങ്ങ് റെഡിയാകണം. അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സായി വരട്ടെ. നമ്മുടെ കറിയുടെ ഗ്രേവിയൊക്കെ ഇങ്ങനെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കരിമീൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് പുരട്ടി കരിമീനങ്ങ് അങ്ങോട്ട് ഇത് നല്ല ഭംഗിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം കാണുമ്പം തന്നെ അങ്ങ് കൊതി വരുന്നു. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല സൂപ്പർ കറിയാണ്. കഴിച്ച് നോക്കിയാൽ മതി, സൂപ്പർ ടേസ്റ്റാ. അപ്പം നമ്മുടെ കരിമീൻ പപ്പാസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നേരത്തെ എടുത്ത് വെച്ച തേങ്ങയുടെ ആദ്യത്തെ പാലെടുക്കാം. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പപ്പാസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല കിടുക്കറിയോ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.